ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സർക്കസ് വീഡിയോ ആണ് കാണിക്കാൻ പോണത്. സർക്കസിൻ്റെ വീഡിയോ ആണ് അല്ലേ? ഞങ്ങളുടെ വീടിനടുത്ത് ചെറിയപ്പള്ളിയിൽ സർക്കസ് വന്നിട്ടുണ്ട്. ജംബോ സർക്കസ് ആണ്. അപ്പോൾ കഴിഞ്ഞ തവണ വന്ന സർക്കസ് കാണിക്കാനും രാജ്കമലായിരുന്നു തോന്നുന്നു കഴിഞ്ഞ തവണ വന്ന്. അപ്പോഴും ഞങ്ങൾ പോയായിരുന്നു. ഇത്തവണ ജംബോ സർക്കസ് വന്നപ്പോഴും ഞങ്ങൾ കാണാൻ പോയായിരുന്നു. അപ്പോൾ അപ്പു പറയാനുള്ള ഇൻട്രൊഡക്ഷനൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങൾ സർക്കസ് കാണാൻ പോവുകയാണ്, ചെറിയപ്പള്ളിയിലാണ് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയുണ്ടായി മിയമോളെ? സർക്കസ് ഇഷ്ടപ്പെട്ടോ? തത്തയൊക്കെ നല്ല ക്യൂട്ട് പട്ടിക്കുട്ടികള്, പിന്നെ മറ്റേ വലിയ പട്ടിനെ മറ്റേ ഇഷ്ടമില്ല. എനിക്ക് വലിയ പട്ടീനെ ഇഷ്ടമായില്ലേ? എനിക്ക് മറ്റേ ക്യൂട്ട് പട്ടികളെയാണ്. ക്യൂട്ട് പട്ടികളുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് ജംബോ സർക്കസിൻ്റെ ആ ഒരു കവാടം എന്ന് പറയുന്ന പ്രവേശന കവാടം. ഇല്ല, പ്രവേശന കവാടം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ആഴ്ചയും കൂടി സർക്കസ് ഉള്ളൂ കേട്ടോ. ഈ 8-ാം തീയതിക്ക് ശേഷം പിന്നെ അവർ ഉണ്ടാവില്ല. ഒരു മാസത്തോളമായി അവരിവിടെ വന്നിട്ട്. കഴിഞ്ഞ മാസം 9-ാം തീയതി ആയിരുന്നു ഇവിടെ എല്ലാം അവരുടെ ഇതുണ്ടായിരുന്നത്, ഉദ്ഘാടന പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് കുറേ ലൈറ്റൊക്കെ വെച്ച് ആ ഒരു കൂടാരം നല്ല രസമുണ്ടായല്ലേ മിയ? 2 ആനകളൊക്കെ നിൽക്കുന്ന പോലെയൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ മറ്റേ നമ്മൾ പോവാൻ നേരത്തൊരു മൂടിയിട്ടേക്കാൻ സാധനം കണ്ടില്ലേ? ജിറാഫ് അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ മൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ചെയ്തേക്കാം. അപ്പോൾ അതേ സർക്കസ് ആരംഭിച്ചു. തുടക്കം ഇതായിരുന്നില്ല, തുടക്കം മറ്റേ ഊഞ്ഞാലില്ലേ അതായിരുന്നു കേട്ടോ. താഴെ നെറ്റ് കെട്ടിയിട്ട് ആ ഒരു ഊഞ്ഞാലിൽ കൂടി ആടുന്നതാണ്. ഒരു നിമിഷം പോലും കളയാതെയാണ് അവർ വേഗം കേട്ടോ എല്ലാം സെറ്റ്. 7 മണിക്കുള്ള ഷോയ്ക്കാണ് ഞങ്ങൾ പോയിരുന്നത്. അവധി ദിവസങ്ങൾ വന്നപ്പോഴും 9-9:30 ആയിട്ടുണ്ടാവും. ഒരു 2 മണിക്കൂറിന് മേലെയുണ്ട് കേട്ടോ സർക്കസ്. അപ്പോൾ നമ്മൾ വീക്കെൻഡ്സിൽ 3 നേരമാണ് കളിയുള്ളത്. 1 മണിക്കും 4 മണിക്കും പിന്നെ 7 മണിക്കുമാണ് ഷോ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലാത്ത ദിവസങ്ങളിൽ 4 മണിക്കും 7 മണിക്കും മാത്രമേ ഉള്ളൂ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മാസവും കൂടി, ഈ ഒരാഴ്ചയും കൂടി അതുള്ളൂ. ഈ ഒരു ആഫ്രിക്കക്കാരൻ്റെ പ്രകടനം അത് ഭയങ്കര ഒരു എന്താ പറയുക അത്ഭുതമാണ്. അദ്ദേഹം നിൽക്കുന്ന കണ്ടില്ലേ? എൻ്റെ ദൈവമേ, എന്താ ഈ കാണിക്കുന്നതെന്ന് കണ്ടിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര കയ്യടിയായിരുന്നു കേട്ടോ. കാരണം അത്രയും ഭംഗി. എന്താ അദ്ദേഹത്തിന് അപ്പോൾ സുമേഷിനെ പറയാം എല്ലുകളൊന്നുമില്ലേ ഇങ്ങേർക്ക് എന്ന് ചോദിക്കുക. ഇത് നോക്കി നമ്മൾ കണ്ടോ? ഉയ്യോ, എന്തൊരു പ്രകടനമാണെന്ന് നോക്കിയേ. കാലൊക്കെ പുറകിലേക്ക് ഇങ്ങനെ പോകുന്നു. എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം. പിന്നെ ടിക്കറ്റ് നിരക്കെന്ന് പറഞ്ഞാൽ 3 ടൈപ്പാണുള്ളത്. ഒന്ന് 150 രൂപ, ഒന്ന് 250 രൂപ, ഒന്ന് 350 രൂപ. 350 ആകുമ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്കായിരിക്കും. 150-ഉം 250 അതിൻ്റെ തൊട്ട് പുറകില്ല. ഞങ്ങൾ 250-ൻ്റേതല്ലായിരുന്നു. ഏറ്റവും പുറകിലായിട്ടുള്ളതാണ് 150-ൻ്റേത്. കുറച്ച് ആൾക്കാർ, അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതെ, ഇത് പട്ടികളെ കൊണ്ടുള്ളൊരു ഷോയാണ്. അത് ഇഷ്ടമായില്ല അല്ലേ? അത് ബാഗൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ 2-3 പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതെ, ഇതിന് ഇഷ്ടമായില്ലേ? അപ്പോൾ ആ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവന്ന് അതിങ്ങനെ ചാടുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് മറ്റേ 2 ക്യൂട്ട് പട്ടികളെ ഇതേനാ അതിനെ കൊണ്ട് ഇങ്ങനെ കണ്ടോ? അത് ആ ഒരു പച്ചിരിക്കുന്ന സാധനം ചാടി 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 വരുന്നുണ്ട്. ആക്ച്വലി നല്ല ട്രെയിനിങ് ഉണ്ട് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് നല്ലോണം. അതിൻ്റെ മാസ്റ്ററാണ് കൂടെ ഉള്ളത്. പിന്നെ എനിക്ക് ആ 2 ഇഷ്ടമായി. ഏതാണ്? മറ്റേ 2 ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ വീണെടുക്കുന്നതല്ലേ അല്ലേ? ഇതൊരു പോമറേനിയൻ പട്ടിയായിരുന്നു. ഈ കുഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ കയ്യൊക്കെ പൊക്കി നിന്നായിരുന്നു കണ്ട. പുള്ളി ഇങ്ങനെ കാണിക്കുന്നവരെ അവള് 2 കാലിൽ നിന്നായിരുന്നു. പെണ്ണാണോന്ന് എനിക്കറിയില്ല, ഞാൻ വെറുതെ അവളെന്ന് പറഞ്ഞതാ. ഓക്കെ. അപ്പോൾ പിന്നെ മിയമോൾക്ക് ഇഷ്ടമായോ പട്ടിക്കുഞ്ഞിനെയൊക്കെ? ആ അങ്കിള് കാണിക്കുന്ന ആ കയ്യിന് ഇതനുസരിച്ചിട്ട് അവള് ചാടുന്നത് കണ്ടോ? അതേ നോക്കി. എന്ത് രസമായിരുന്നു അല്ലേ? അപ്പം നല്ല കയ്യടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്ന സർക്കസിൽ മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്തവണയാണ് അങ്ങനെ മൃഗങ്ങളെ ഉപയോഗിക്കരുതെന്നൊക്കെ ഉള്ളൊരു റൂളുണ്ടായി. അതൊക്കെ മാറിയോന്ന് എനിക്കറിയത്തില്ല. മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർ ഈ പട്ടിക്കുഞ്ഞ് കണ്ടോ ഓരോ സൈഡിൽ കൂടിയും കറക്റ്റായിട്ട് അവൾ നീങ്ങി പോകുന്ന കണ്ടോ? നല്ല രസം ഉണ്ടായില്ലേ മിയമോളെ? പിന്നെ മറ്റേ 3 പട്ടികളായില്ലേ, ഇത് ഇഷ്ടമായി. ആണല്ലേ? ഇത് മറ്റൊരു ആഫ്രിക്കയിൽ നിന്നുള്ളൊരു കലാകാരനാണ്. അദ്ദേഹം ഈ കസേര ഇങ്ങനെ വെച്ചിട്ടേ അയ്യോ ഇത് ഭയങ്കര ഒരു പ്രകടനമായിരുന്നു. ഒരു മേശയുടെ മുകളിലായിരുന്നു അത് ചെയ്തത്. ഇത് മറ്റൊരു കലാകാരൻ, ഒരു ഇന്ത്യക്കാരനാണ് കേട്ടോ അദ്ദേഹം. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു. കുറേ പേര് നോർത്ത് ഇന്ത്യക്കാരുണ്ട്. നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ളവർ, ആ ഒരു ഭാഗത്തു നിന്നുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം കണ്ടോ എത്ര സ്പീഡിലാണ് കറങ്ങുന്നത്. ആ ഒരു സാധനം വെച്ചിട്ട്
ശരിക്കും ഈ സർക്കസ് കലാകാരന്മാരൊക്കെ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും എന്നറിയോ ഇത് ചെയ്യണത്. അവരുടെ ബോഡിക്കൊക്കെ എന്തൊരു മെയ്വഴക്കാണ്. അടിപൊളിയായിരുന്നു. അതേ ഈ ഒരു ഇതിൽ വെച്ചിട്ടും പുള്ളി അതുപോലെ തന്നെ കറങ്ങും. ഒന്നിലധികം ആക്ടിവിറ്റീസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഈ സർക്കസിൽ തന്നെ ഒന്നിലധികം ചെയ്യുന്നുണ്ട്. ഞാൻ മുഴുവനും ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് ഓരോന്നിൻ്റെയും ഇത്തിരിയൊക്കെ എടുത്തിട്ടുള്ളൂ. ഇതിനിടയിൽ കുറേ ഞാൻ എടുക്കാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത്യാവശ്യമുള്ളത് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വീഡിയോസൊക്കെ ഫുള്ള് നമ്മളിരുന്ന് എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇതിനിടയിൽ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരാളാണ് ഈ ചെയ്യുന്നത്. അതായത് ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും മറ്റേ ഓം ശാന്തി ഓമിലെ തുംകോ പായ ജേസെ ആ സോങ് വെച്ചിട്ടാണ് അത് ചെയ്യണത്. തുംകോ പായ ഹേ തു ജേസെ ഖോയാ ഹൂ ആ പാട്ടില്ലേ, അത് വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. അപ്പം ഞാൻ ഇതുപോലെ തന്നെ വേറൊരു പെൺകുട്ടി ഒരു ഡോളായിട്ട് വന്നിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമായിരുന്നു. ഒരു ചേട്ടനും ചേച്ചിയും അതിനിടയിൽ ഒരു പാവയെ വിട്ട് വലിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു സീൻ. ആ പാവയായിട്ടൊരു പെൺകുട്ടിയാണ് വന്നേ. ഇത് പക്ഷേ ഒരാളാണ് ചെയ്തത്. ഈ 2 പാവകളും കൂടെ ഒരാളായിട്ടാണ് ചെയ്തത്. ഇനി അടുത്ത് കുറച്ച് കിളികളുടെ പ്രകടനമായിരുന്നു. കിളികളുടെ എന്താണെന്ന് വെച്ചാൽ 2 വൈറ്റ് കളറിലെ പാരറ്റും പിന്നെ 2 ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, പിന്നെ ഒന്ന് മറ്റേ വലിയ ടൈപ്പ് ഓഫ് മക്കാക്ക് വന്നു തോന്നുന്നു അതിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ മറ്റേ സീസോ പോലെ ചെയ്യാണ് കേട്ടോ. സീസോ വെച്ചിട്ട് അവരിങ്ങനെ പൊങ്ങും താഴും. അതിന് നടുക്ക് ഒരാളെ കൊണ്ടിരുത്തും. അപ്പോൾ അത് നമ്മൾ കൈ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ കിളി അങ്ങ് മൂവ് ചെയ്യും. നല്ല പ്രാക്ടീസ് വേണം അല്ലേ? ആ കിളികളെയൊക്കെ ഇങ്ങനെ ചെയ്യിക്കാനായിട്ട് നല്ല കഷ്ടപ്പാടായിരിക്കും. അതിനിടയിൽ ഒരുത്തം കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു, ഒരു കിളി അല്ലേ, ഒരു കുഞ്ഞു കിളി കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. വൈറ്റ് കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ബേർഡ്സ് ആണുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് പട്ടികളുടെ ഏറ്റവും ഇഷ്ടമായി. പിന്നെ കുതിരകൾ ഉണ്ടായിരുന്നു അല്ലേ. ഒരു കുതിരയെ കൊണ്ട് അവർ അഭ്യാസങ്ങളൊക്കെ ചെയ്യിച്ചായിരുന്നു. ക്യൂയിലൊന്നും ഉണ്ടായില്ല. മറ്റേ ഒരു അതൊരു തത്ത തന്നെയാണ് മിയ. അത് മക്കാക്കോന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല. അതായത് ചാടി പോകുന്നുണ്ടോ? കൈ അവർ കാണിക്കുന്നതനുസരിച്ച് അത് ചാടുന്നുണ്ട് കണ്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണുണ്ടായിരുന്നു, ആ വലിയ തത്തയെ അതിങ്ങനെ ഒരു രഥം വലിച്ചിട്ട് അതിങ്ങനെ വലിച്ചിട്ട് പോണ പോലെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങളുടെ മുന്നിൽ ആ ലൈറ്റിൻ്റെ ആ ഒരു ഇതുള്ളതുകൊണ്ട് എനിക്ക് ആ വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. അത് അവർ മുകളിൽ കയറിയിട്ട് അവർ കുറേ അഭ്യാസങ്ങൾ മുകളിൽ കിടന്ന് കാണിക്കുന്നതായിരുന്നു. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ സൈക്കിള് 4 പേര് മറ്റേ ബ്രേക്ക് ഇല്ലാത്ത സൈക്കിൾ ചവിട്ടുന്നതും പിന്നെ വെറുതെ ഒരു വീല് മാത്രം ചവിട്ടി വന്നത്. ഇനി ഇത് മരണക്കിണറായിരുന്നു കേട്ടോ. മരണക്കിണറിൻ്റെ ആ ഒരു ഇതായിരുന്നു. അത് 2 പേരായിരുന്നു ഉണ്ടായത്. നന്നായിരുന്നു കേട്ടോ അത്. ഇത് ചെയ്യുന്നവരൊക്കെ തന്നെയാണ് മറ്റേ നമ്മുടെ ഊഞ്ഞാലിൽ ചെയ്യുന്നതും പിന്നെ ആ ഡാൻസ് ചെയ്തതും ഒക്കെ അവരൊക്കെ തന്നെയാണ്. കുറച്ചധികം ആൾക്കാരുണ്ട്. പിന്നെ ജോക്കേഴ്സ് ഒരു 3 പേരുണ്ടായിരുന്നു. അവരും നല്ല രസമുണ്ടായിരുന്നു അവരുടെ കോമഡിയൊക്കെ. ഇത് ആ ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം അവരുടെ വണ്ടിയിലെ ലൈറ്റ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ കാതടിപ്പിക്കുന്നൊരു ശബ്ദമാണ് കേട്ടോ. ഇനി അടുത്തത് ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അവർ ആ കാല് വെച്ച് ബാലൻസ് ചെയ്തിട്ട് ആ ബോൾ ഏറ്റവും മുകളിലേക്ക് എത്തിക്കുന്നത്. ഈ പച്ച ബോൾ വെച്ച് ചെയ്തപ്പോൾ അത് അറ്റം വരെ എത്തിപ്പിടിക്കും താഴേക്ക് വന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അവർ ഉടനെ തന്നെ വളരെ സ്പീഡിൽ നെക്സ്റ്റ് റെഡ് ബോൾ വെച്ച് അവർ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ 2 ജോക്കേഴ്സൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ദീപം വെച്ചിട്ടൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിരുന്നു കേട്ടോ. ഞാൻ കുറേ പറഞ്ഞില്ലേ, ഞാൻ കുറേ ഒന്നും എടുത്തിട്ടില്ല. ഏകദേശം 2 മണിക്കൂറിന് മുകളിലുള്ളൊരു ഷോ ആയിരുന്നു. നമ്മളാകെ ഒരു 13-14 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് നന്നായിരുന്നു. അപ്പോൾ റെഡ് ബോൾ അവർ കറക്റ്റായിട്ട് എത്തിക്കും കേട്ടോ. നന്നായിരുന്നു ശരിക്കും അല്ലേ. ഭയങ്കര പ്രാക്ടീസായിരിക്കും ഇതിനൊക്കെ. പിന്നെ അതുപോലെ അസാധാരണമായൊരു മെയ്വഴക്കവും വേണം സർക്കസിനൊക്കെ പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ സർക്കസൊക്കെ ചെയ്യാനായിട്ടും. അടുത്തത് ഈ കുതിരയെ വെച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഈ കുതിര പുള്ളി ആ ടവൽ കാണിക്കുന്നതനുസരിച്ച് പുള്ളി ആ കുതിര അത് ചാടും. ഓരോ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ കൂടി അത് ചാടുമായിരുന്നു. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ആനയൊക്കെ ഉപയോഗിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ആനയൊന്നും അങ്ങനെയില്ല.
അപ്പോൾ ജംബോ സർക്കസ് എന്ന് പറയുന്നതിൻ്റെ ഉത്ഭവം, ജംബോ സർക്കസും ജെമിനി സർക്കസും പണ്ട് ഒരാളുടെ തന്നെയായിരുന്നു. 1960കളുടെ തുടക്കത്തിലാണ് ഈ ഒരു സർക്കസിൻ്റെ ഉത്ഭവം എന്നവിടെ ഫോട്ടോയിലൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഓണറായിട്ടുള്ള സാറ്, അദ്ദേഹം ആർ ശങ്കറുമായിട്ടുള്ള ഫോട്ടോ, ജവഹർലാൽ നെഹ്റുവുമായിട്ടുള്ള ഫോട്ടോ, ഫിറോസ് ഗാന്ധിയായിട്ടുള്ള ഫോട്ടോ, അങ്ങനെ കുറേ ഫോട്ടോസ് അവിടെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴയ കാലത്തെ ഫോട്ടോസൊക്കെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ അധികം ആളുകളുടെ കൂടെയൊക്കെയുള്ള ഫോട്ടോസ് അത് അവിടെ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ അവിടെ ആ കുതിര ഇങ്ങനെ ചാടാനായിട്ട് നിൽക്കുകയാണ്. അത് ഇതിന് ശേഷം എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അതിനല്ലേ, അങ്ങനെ തോന്നിയായിരുന്നു. ഒരു 3 കുതിര, ഒരു കഴുത, പിന്നെ ഇത് കോവർ കഴുതയാണോ എന്നൊരു കുതിരയാണെന്ന് തോന്നുന്നു, കുഞ്ഞു കുതിരയാണെന്ന് തോന്നുന്നു. ഒരു കഴുതയും ഉണ്ടായിരുന്നു, പിന്നെ ഇച്ചിരിയും കൂടി വലിയൊരു കുതിര ഉണ്ടായിരുന്നു. അതൊരു പരേഡ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ സ്ത്രീകളുടെ എണ്ണം കുറവായിരുന്നു, പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണ ഒരു 4-5 സ്ത്രീകളെ ഉണ്ടായുള്ളൂ, പക്ഷേ ഇത്തവണ 10 സ്ത്രീകളിൽ കൂടുതലുണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണത്തിലും കുറച്ചും കൂടെ ഈ മൃഗങ്ങളൊക്കെ വന്നപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ ഇഷ്ടപ്പെടും. പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് മഴക്കാലമായതുകൊണ്ട്, പിന്നെ അവിടുത്തെ ടെൻറ്റുകൾ അവർ കിടക്കുന്നതൊക്കെ പുറത്ത് തന്നെയാണ് കേട്ടോ. ശരിക്കും ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മറ്റേ ജോക്കർ സിനിമയാണ് ഓർമ്മ വന്നത്. അവിടെ ടവൽ വെച്ചിട്ടുണ്ട്, അപ്പോൾ അവനത് വായ കൊണ്ട് കടിച്ചെടുക്കുകയാണ്. ഓരോ മൂലയിലും ഓരോ ടവൽ വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് വായ കൊണ്ട് എടുക്കുന്ന ആ ഒരു ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ കാല് വെച്ചിട്ട് കണ്ടോ, കാല് കയറ്റിയിട്ട് ഇങ്ങനെ സലാം പറയുന്ന പോലെ കാണിക്കുന്നതും. അപ്പോൾ പുള്ളി പാറ്റ് ചെയ്യും, അവനത് ചെയ്യുമ്പോൾ അവന് അതൊരു സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ശരിക്കും ഈ ലോഹിതദാസ് അദ്ദേഹമല്ല ആ സിനിമേൻ്റെ കഥാകൃത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ശരിക്കും ഈ സർക്കസ് കൂടാരത്തിലെ ആ ഒരു കഥ എഴുതിയിരിക്കുന്നത് നന്നായിട്ടുണ്ട്. അത് ജോക്കർ എന്ന് പറയുന്ന സിനിമ. വീണ്ടും അവൻ ആ തുണി കടിച്ചെടുത്തു, അപ്പോൾ പുള്ളി പാറ്റ് ചെയ്തു. ഇനി ആ വശത്തും ഒരു തുണിയുണ്ട്, അപ്പോൾ അതും കൂടെ അവനത് എടുക്കുമെന്ന്, അവന് പോകാനാണ് ധൃതി. അപ്പോൾ അതിനപ്പുറത്തേക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നാണ് തോന്നണേ. നല്ല ലൈറ്റും ഒക്കെ നല്ല സെറ്റപ്പാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു ലൈറ്റൊക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ വശത്തിരിക്കുന്നവർക്ക് അനൗൺസ്മെൻ്റ് അത്ര ക്ലിയർ ആയിരുന്നില്ല, അത് ഒരു പ്രശ്നം ഉണ്ടായുള്ളത്. ഇപ്പോൾ അത് വച്ചിരിക്കുന്ന സാധനങ്ങളുടെ മുകളിൽ കൂടി ചാടുകയാണ്. അപ്പോൾ ഒരു സൈഡ് അവൻ മിസ് ചെയ്തു, അപ്പോൾ വീണ്ടും ഒന്നും കൂടെ അതിനെ ഓടിച്ച് ചാടിക്കുകയാണ്. കണ്ടോ, അത് എന്തോ മടി കാണിച്ചു. അപ്പോൾ അത് വീണ്ടും ഒന്നും കൂടെ വന്ന് ചാടും. അപ്പോൾ അതിനെ അയാൾ ഓടിക്കുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ അത് വീണ്ടും ഒന്നും കൂടെ ഒരു റൗണ്ട് വന്നിട്ട് ചാടും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ബട്ടണിൽ ഞെക്കിയാൽ മതി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.